ഡിയർ സ്റ്റുഡൻസ്, എൽ ബി അക്കാദമിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2026 ഒക്ടോബർ ബാച്ചിന്റെ എക്സാമിനേഷനായി നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിന്റെ റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ 3 ബാച്ചിലായിട്ട് കണ്ടക്ട് ചെയ്തിരുന്ന എക്സാമിനേഷൻ, അതായത് 2025 ഏപ്രിൽ, 2024 ഒക്ടോബർ, 2024 ഏപ്രിൽ എന്നീ ബാച്ചുകളിലായിട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് കണ്ടിരുന്ന MCQs ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വെറും 6 മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി SSLC അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാം, അതും ഓൺലൈനായി. ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് LB അക്കാഡമി നൽകുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല PSC, UPSC, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് LB അക്കാഡമിയുടെ കോഴ്സുകൾ. ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ 8 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ LB അക്കാഡമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു. LB അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. Contact for more details 9495808055 9207197379 പാലത്തിങ്കൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് വിഷയം. കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സോ ഉറപ്പായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് നോക്കിയേ. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് ബീൻ enumerated in the constitution from which article to which article? ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതിന്റെ മലയാള അർത്ഥം ഒന്ന് നോക്കിയേ. ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലികാവകാശങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 തൊട്ട് 26 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 28 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 30 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് എത്ര മുതൽ എത്ര വരെ ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് എന്ന്, അല്ലെ? എന്നിട്ട് ഓരോന്നും എണ്ണിയാണ് നമ്മൾ 14 ഇത് 15 ഇത് എന്നൊക്കെ പഠിക്കുന്നത്. അപ്പൊ 14 ആണെന്ന് ഉറപ്പാണ്. ഇതിപ്പം ഈ ഓപ്ഷൻസ് കണ്ടാലും എല്ലാം 14 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ 14 തൊട്ട് ഏത് വരെ ആയിരിക്കും? 14 തൊട്ട് 32 വരെയാണ് എന്നുള്ളത് ഓർക്കുക. 14 മുതൽ 32 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഇത് ഏത് വർഷത്തെ ചോദ്യം ആണ്? ഏപ്രിൽ 2024 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അന്ന് ചോദിച്ച ചോദ്യമല്ലേ എന്നുള്ളതല്ല, എപ്പോഴും പ്രിയോറിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമ്മളോട് ഈ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതൊരു തിയറി ആൻസർ ആയിട്ടും കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെ എന്നുള്ളത് നിങ്ങൾക്കൊരു ആൻസർ തുടങ്ങുമ്പോൾ എഴുതാവുന്നതാണ്, അല്ലെ? ഇനി രണ്ടാമത്തെ ചോദ്യം, which one of the following freedom is not a freedom guaranteed by the Constitution of India? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടില്ലാത്ത താഴെ പറയുന്നവയിൽ ഏത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അല്ലാത്തതെന്നാണ്. ചില ആൾക്കാര് ഈ നോട്ട് എന്നുള്ള ആ ഒരു വാക്ക് ശ്രദ്ധിക്കാതെ പോകും. എന്നിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, ഫ്രീഡം അല്ലേ, എനിക്കെല്ലാം അറിയാവുന്ന ഏരിയ ആണ് എന്നുള്ള രീതിയിൽ വെറുതെ തെറ്റിച്ച് വെച്ചെന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ആണെന്നല്ല, ഏത് അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ ഫ്രീഡം. അപ്പൊ ഈ നോട്ട് എന്ന വാക്കുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പഠിച്ചു വെച്ചതിന്റെ നേരെ വിപരീതമായിട്ട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്, ഫ്രീഡം ടു ഹാവ് അൺലിമിറ്റഡ് പ്രോപ്പർട്ടി, ഫ്രീഡം ടു മൂവ് ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പൊ ഇതിൽ ഏതാണ്? അതായത് സംസാര സ്വാതന്ത്ര്യമാണോ
ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യമാണോ? പരിധിയില്ലാത്ത സ്വത്ത് കീപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? അതോ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അങ്ങനെ പരിധി ഇല്ലാത്തതായിട്ട് ഇന്ത്യയിൽ ഒന്നുമില്ല, അല്ലെ? സ്വാതന്ത്ര്യത്തിന് പോലും പരിധി കൽപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കെ പരിധി ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സി, അല്ലെ? അതായത് ഫ്രീഡം ടു ഹാവ് അൺലിമിറ്റഡ്. ഇവിടെ എല്ലാം ലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുമ്പോൾ പോലും അതില് ചില എക്സെപ്ഷൻസ് ഉണ്ട്. മൊത്തത്തിൽ വലിയൊരു ലിമിറ്റേഷൻ അല്ല, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അൺലിമിറ്റഡ് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു സെന്റൻസ് നോക്കിയേ, ഫ്രീഡം ടു ഹാവ് അൺലിമിറ്റഡ് പ്രോപ്പർട്ടി, അതാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ് ആസ് പെർ ദി ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദി സെന്റർ ആൻഡ് ദി സ്റ്റേറ്റ്സ്? ഇതും 2024 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന 3 ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നും പറഞ്ഞു എപ്പോഴും ഇതിനകത്ത് ഉള്ള ഐറ്റംസിന്റെ എണ്ണം ഒക്കെ ഒന്ന് നോക്കി വെച്ചോണം എന്ന്, അല്ലെ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള അധികാര വിഭജനം അനുസരിച്ച് യൂണിയൻ ലിസ്റ്റില്, അതായത് കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ യൂണിയൻ ലിസ്റ്റില് എത്ര വിഷയങ്ങളുണ്ട്? 95, 96, 97, 98 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. 97 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഉള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടെ വേണം. അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ പുസ്തകം പ്രിന്റ് ചെയ്തിരിക്കുന്ന വർഷം, അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന വർഷം, അതൊക്കെ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഏപ്രിൽ 2024 ചോദ്യമാണ്. അപ്പോൾ ആ സമയത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ എത്ര വിഷയങ്ങൾ എന്നൊക്കെ അങ്ങനെ, അതുപോലെ ഈ അമെന്റ്മെന്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മള് ക്ലാസ്സില് നിങ്ങളോട് കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ക്ലാസ്സിൽ കൃത്യമായിട്ടും ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇതിന്റെ മാത്രം നല്ല പറഞ്ഞത്, നമ്മൾ അപ്ഡേഷൻ തരേണ്ടതൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, അല്ലെ? ഇനി നാലാമത്തത്, ഹു എമോങ്സ്റ്റ് ദി ഫോളോവിങ് ഹാസ് ദി പവർ ടു ഡിസോൾവ് ദി ലോക്സഭ? അതായത് ലോകസഭ പിരിച്ചുവിടാൻ താഴെ പറയുന്നവരിൽ ആർക്കാണ് അധികാരം? ഓപ്ഷൻ എ ലോകസഭ സ്പീക്കർ, ഓപ്ഷൻ ബി ഇന്ത്യൻ പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി ഇന്ത്യൻ പ്രസിഡന്റ്. സ്പീക്കർ ഓഫ് ദി ലോക്സഭ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിൽ ആർക്കാണ് ലോകസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത്? ഇതിന്റെയൊക്കെ തലപ്പത്ത് ഇരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. ലോകസഭയില് മെമ്പറാണ് നമ്മൾ ഈ പറയുന്ന പ്രധാനമന്ത്രി, അല്ലെ? നമ്മള് ഉപരാഷ്ട്രപതിയുടെ കാര്യം പറയുമ്പോൾ അത് അദ്ദേഹം രാജ്യസഭയുടെ ആരാണ്? രാജ്യസഭാ ചെയർമാൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ പിന്നെ ആരാണ് ഇതില് വരുന്നത്? ലോകസഭാ സ്പീക്കർ ലോകസഭയിലുള്ള ആളാ, അദ്ദേഹത്തിന് പറ്റില്ല. അങ്ങനെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ആളേ ഉള്ളൂ ഇതിനൊക്കെ മുകളില്, ഇന്ത്യൻ പ്രസിഡന്റ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഹു അലോട്ട്സ് എ സിമ്പിൾ ടു എ പൊളിറ്റിക്കൽ പാർട്ടി? ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സിമ്പിൾ, നമുക്കറിയാലോ ഇലക്ഷൻ ആകാൻ പോവാ ഇനി നമ്മുടെ, അല്ലെ? അപ്പോ ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിക്കൊക്കെ സിമ്പിൾ ആരാണ് കൊടുക്കുന്നത്? നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നും അതിന് ഓരോന്നിനും ഓരോ സിമ്പിൾ ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം, അല്ലെ? അപ്പോൾ ആരാണ് ഈ സിമ്പിൾ ഒക്കെ, ചിഹ്നമൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്? വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് അതിന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അല്ലെ? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ, ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ദ ലോക്സഭ സ്പീക്കർ, ദ പ്രിസൈഡിംഗ് ഓഫീസർ. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ മജിസ്ട്രേറ്റ്, ലോക്സഭാ സ്പീക്കർ, പ്രിസൈഡിംഗ് ഓഫീസർ. ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ് അതിനുള്ള അധികാരം. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദി സ്റ്റേറ്റ്? സ്റ്റേറ്റിന്റെ എലമെന്റ്
നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്, സ്റ്റേറ്റിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോ, 4 ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിനകത്തും ആ ചോദ്യത്തിന്റെ പ്രത്യേകതയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷനിലേക്ക് വന്നോ, അതിന് മുമ്പ് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന എന്താണ്, നോട്ടാണ് അല്ലെ. അപ്പം നമ്മുടെ MCQs നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം +2കാർക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വായിച്ച് ശീലിക്കണം അല്ലെ. അത് നിങ്ങളോട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ മുതൽ നിങ്ങൾക്ക് LB പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹെഡിങ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് നമ്മൾ മലയാളത്തിൽ എഴുതുന്നവർക്ക് ഉള്ള ഗൈഡൻസ് തന്നത്. സോ ആരെങ്കിലും ഇപ്പോൾ ഇത്, അതായത് LBയുടെ ലൈവ് കാണുന്ന നമ്മുടെ LBയിലെ സ്റ്റുഡൻസ് അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ MCQs ചെയ്യുമ്പോൾ നോട്ട് ആണോ ഈസ് ആണോ എന്നൊക്കെ നോക്കണം. നോട്ട് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഉത്തരവായിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഒരു ഓപ്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അല്ലാത്തത് എന്നുള്ള ആൻസർ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് സമയം തരുന്നുണ്ട് അല്ലെ, ആ സമയത്തിനുള്ളിൽ അത് നോക്കിക്കോണം. ഇല്ല നമ്മുടെ 1 മാർക്കാണ് മിസ്സാവുന്നത്. നോട്ടുള്ള എത്ര, അതായത് അല്ലാത്തത് എന്നുള്ള അർത്ഥം വരുന്ന എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്നും ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാവുന്ന ആ ഒരു വിപത്താണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോ, ഏതൊക്കെയാണ് ഓപ്ഷൻ, ഫിക്സഡ് ടെറിട്ടറി, പോപ്പുലേഷൻ, മെമ്പർഷിപ്പ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്, ഗവൺമെന്റ് അല്ലെ. അപ്പൊ ഇതില് ഏതാണ് ഘടകമല്ലാത്തത്? നമുക്കറിയാം ഒരു സ്റ്റേറ്റിന് ഫിക്സഡ് ടെറിട്ടറി, അതായത് ഒരു നിശ്ചിത പ്രദേശം വേണം. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് സ്റ്റേറ്റ് ആണ് അല്ലെ. ജനസംഖ്യ എന്ന് പറയുന്നത് അവിടെ ബാധിക്കുന്ന കാര്യമാണ്. അതേസമയം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭയിലെ അംഗത്വം, അതുപോലെ ഡി സർക്കാർ. നമുക്കറിയാവുന്ന 4 ഘടകങ്ങള്, ഒന്ന് നിശ്ചിത പ്രദേശമാണ്, ഒന്ന് ജനസംഖ്യയാണ്, പിന്നെ സർക്കാരാണ്, പിന്നെ പരമാധികാരമാണ്. ഒരിക്കലും ഐക്യരാഷ്ട്ര സഭയിലെ അംഗത്വം ഒരു സ്റ്റേറ്റിന്റെ ഘടകമായിട്ട് വരുന്നില്ല. എത്രയോ സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ടാണ്, 192-ലധികം രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഐക്യരാഷ്ട്രസഭ. അതില് ഒരു സ്റ്റേറ്റിന്റെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ലെ. അപ്പോ അവിടെ ആൻസർ അല്ലാത്തത് എന്നുള്ളതിന്റെ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓഫ് യുണൈറ്റഡ് നേഷൻ ആണ് വരേണ്ടത്. ഇനി 7ാമത്തെ ചോദ്യം നോക്കുക. ഹു അമംഗ് ദി ഫോളോവിങ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ടു മാർക്സിസം ഫിലോസഫി. ഇത് 2024 ഒക്ടോബറിലെ ചോദ്യമാണ്. 2024 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് മാർക്സിസം, അതുപോലെ ലിബറലിസം, ഗാന്ധിസം ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഈ 3 ഇസങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ ഇതിനകത്തൊരു പ്രിയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഓർക്കണ്ട, 3 ഇസങ്ങളും പഠിക്കണം എന്നുള്ളത് ഓർത്തു വെക്കുക. 2024 ചോദിച്ചത് മാർക്സിസം ആയിരുന്നു. അപ്പോ എന്താണ് ചോദ്യം? താഴെ പറയുന്നവരിൽ ആരാണ് മാർക്സിസം തത്വചിന്തയ്ക്ക് സംഭാവന നൽകിയത്, കോൺട്രിബ്യൂഷൻ കൊടുത്തത്? ഹറോൾഡ് ലെസ്കി, മഹാത്മാഗാന്ധി, ഫ്രെഡറിക് ഏംഗൽസ്, ഹെർണർ. ഇതിനകത്ത് ആരാണ് ഫ്രെഡറിക് ഏംഗൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി 2024 ഒക്ടോബറിൽ തന്നെ പഞ്ചശീല തത്വങ്ങള് വെച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോറിൻ പോളിസി ഭാഗത്ത് നമ്മൾ പഠിക്കണം എന്ന് ഉറപ്പ് പറഞ്ഞു. അതായത് ഇതിന് മാത്രമല്ല, നമുക്ക് തിയറി എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരുമ്പോ നമുക്ക് എഴുതാനിട 2 മാർക്കിനൊക്കെ വരുന്ന ആ ഒരു ഏരിയയില്, അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്ന ഏരിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ ഇടയുള്ളതാണ് പഞ്ചശീലം. പഞ്ചശീലം എങ്ങനെ MCQല് വരാം അല്ലെ. അപ്പൊ അത് ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. Which statement is the correct explanation of പഞ്ചശീൽ? പഞ്ചശീലത്തിനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ പഞ്ചശീലം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം അല്ലെ. ആദ്യം എന്താ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 5 laws. ഇത് 5 നിയമങ്ങളുടെ ഒരു സെറ്റ് ആണ്. അടുത്തത് ദീസ് ആർ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ എ ബയലാറ്ററൽ റിലേഷൻഷിപ്പ്. ഒരു ബയലാറ്ററൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ 5 രാജ്യത്തിന്റെ ഒരു സെറ്റാണ്. അതുപോലെ 5
റൂളുകൾ, ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള 5 റൂളുകളാണ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് 5 നിയമങ്ങളുടെ ഒരു കൂട്ടമാണ്, ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്, നല്ല ഭരണത്തിനുള്ള 5 നിയമങ്ങളാണ്. ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് മാർഗനിർദ്ദേശക തത്വം അല്ലെങ്കിൽ ബയലാറ്ററൽ ആയിട്ട്. അപ്പം ബയലാറ്ററൽ റിലേഷൻസിന് ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ 5 എന്ന് കാണുന്നത് കൊണ്ട് 5 രാജ്യമോ 5 ലോയോ ആ ഒരു രീതിയിലല്ല. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം, അതും 2024 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Which one of the following is not a dispute between India and China? അതായത് നോട്ട് എ ഡിസ്പ്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അല്ലാത്തത്, തർക്കമല്ലാത്തത് ബൗണ്ടറി ഡിസ്പ്യൂട്ട് ആണോ, കൺട്രോൾ ഓവർ ടിബറ്റ് ബൈ ചൈനയാണോ, നോൺ അലൈൻഡ് പോളിസി ഓഫ് ഇന്ത്യ ആണോ, ഒക്യുപ്പേഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ബൈ ചൈന ഇൻ 1962 ആണോ? അതായത് അതിർത്തി തർക്കമാണോ, ചൈനയുടെ ടിബറ്റിന്റെ നിയന്ത്രണമാണോ, ഇന്ത്യയുടെ ചേരിചേരാ നയമാണോ, 1962 ചൈന ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തിയതാണോ? ഇതില് ചേരിചേരാ നയം ചൈനയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നമൊന്നുമല്ല അല്ലെ. അതുകൊണ്ട് ചേരിചേരാ നയം സി ആണ്, നോൺ അലൈൻഡ് പോളിസി ഓഫ് ഇന്ത്യ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന? 2025 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അല്ലാത്തത്. അപ്പൊ അത് വീണ്ടും ആ ക്വസ്റ്റ്യൻ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് അതൊന്നും കൂടി കാണിച്ചത്. ഇതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. റിപ്പീറ്റ് ഇട്ടതിന്റെ കാര്യം ഈ ക്വസ്റ്റ്യൻ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 11ാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ ബി ദി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ? ലോകസഭയിൽ മാക്സിമം എത്ര മെമ്പേഴ്സ് വരാം? 2025 ഏപ്രിൽ ചോദിച്ച ചോദ്യമാണ്. 540, 543, 545, 550 എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? നമ്മൾ അതൊരു ഫാക്ട് ആയിട്ട് തന്നെ പഠിച്ചതാണ്. 543 ആണ് അല്ലെ. ഓക്കെ, ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ലോക്സഭ വിത്ത് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആരുടെ പ്രിയർ അപ്രൂവൽ വേണം ലോകസഭയില് ഒരു മണി ബില്ല്, പണ ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന സ്പീക്കർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ വൈസ് പ്രസിഡന്റ് എന്നാണ്. മണി ബില്ല് പഠിക്കണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മണി ബില്ല് എന്നൊക്കെ ചോദിക്കുന്നു അല്ലെ. പ്രസിഡന്റിന്റെ പ്രിയർ അപ്രൂവൽ ആണ് നമുക്ക് വേണ്ടത്. അത് ഇനി 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്? ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചർ അല്ലാത്തത്. അതും 2025 ഏപ്രിൽ ചോദിച്ച ഗുഡ് ഗവേണൻസ് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പൊ ഫീച്ചേഴ്സ് മാത്രം പഠിച്ചാൽ തന്നെ അതിനകത്തെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം അല്ലെ. ഓപ്ഷൻ എ, പീപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ, ജനങ്ങളെ കെയർ ചെയ്യുന്നതല്ലേ? അതെ. കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ്, അഴിമതി ഇല്ലാത്ത ഗവൺമെന്റ്, അതെ, അത് ഗുഡ് ഗവേണൻസ് ആണ്. ഇനി അടുത്തതോ, ആബ്സല്യൂട്ട് പവേഴ്സ് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ഭരണാധികാരികൾക്ക് സമ്പൂർണ്ണ അധികാരം കൊടുക്കുക. അതൊരിക്കലും ഒരു ഗുഡ് ഗവേണൻസ് അല്ല അല്ലെ. ഇനി അടുത്ത ജനങ്ങൾക്കുള്ള നീതിയാണ്. പിന്നെ ഓപ്ഷൻസ് ജസ്റ്റിസ് ടു പീപ്പിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതാണ് സവിശേഷത അല്ലാതെ വരുന്നത്? ഭരണാധികാരികൾക്ക് സമ്പൂർണ്ണ അധികാരം കൊടുക്കുന്നതാണ് അല്ലെ. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം, ആബ്സല്യൂട്ട് പവേഴ്സ് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോറി, അതിന്റെ ആൻസർ ഈ സി ആയിരുന്നു കേട്ടോ. ആബ്സല്യൂട്ട് പവേഴ്സ് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഇംഗ്ലീഷിലുള്ള ആൻസർ നോക്കുമ്പോൾ. ഇനി 14ാമത്തെ ചോദ്യം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് മോർ അബൌട്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്. അപ്പൊ ഇതില് എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്, അതായത് പരിസ്ഥിതി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന വികസനം, വിദ്യാഭ്യാസം, കൃഷി, പരിസ്ഥിതി എന്നാണ്. പരിസ്ഥിതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 2025 മറ്റൊരു ചോദ്യമാണ്, ഹൗ മെനി നാഷണൽ പാർക്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആർ ദർ ഇൻ ഇന്ത്യ? അതായത് വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട്? 2025 ഏപ്രിലെ ചോദ്യത്തിനകത്ത് അതായത് ആ ഒരു ടൈമിലെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കറന്റ് ഒരു അഫയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഉള്ള രീതിയിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 107, 95, 80, 75 എന്നാണ്
107 ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ഇനി കൂടുതൽ അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.